ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് കല്ലൻ ദോശയും തക്കാളി ചട്നിയും. അപ്പോൾ ഈ കല്ലൻ ദോശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ വിഭവമല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കർണാടക തമിഴ്നാട് ബോർഡറിലുള്ള ഒരു വിഭവമാണ്. പക്ഷേ തമിഴ്നാട് വിഭവമായിട്ടാണ് അറിയുന്നത്. പക്ഷേ കർണാടകക്കാരും തമിഴ്നാട്ടുകാരും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കല്ലൻ ദോശയെ പലരും പലതരത്തിൽ മോഡിഫൈ ചെയ്ത് വേറെ തരത്തിലുള്ള ദോശയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇന്ന് യഥാർത്ഥ കല്ലൻ ദോശ ഉണ്ടാക്കാം. ഇത് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3/4 കപ്പ് തൈര് ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, നല്ല പുളിയുള്ള തൈര് ചേർക്കരുത്. ഒട്ടും പുളിയില്ലാത്ത യോഗർട്ട് പോലുള്ളതും ചേർക്കരുത്. കാരണം കുറച്ച് പുളിരസമുള്ള തൈരാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ കല്ലൻ ദോശയ്ക്ക്. കാരണം നമ്മളിത് ഒരുപാട് സമയമൊന്നും വെക്കില്ലല്ലോ, നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ദോശയല്ലേ. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളം ഇപ്പോൾ ചേർക്കാം. പിന്നെ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് പാകമാണോ നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾക്ക് നന്നായി സെറ്റായി കിട്ടും. ഇനി പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ലേശം ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. ഞാനിവിടെ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല. ഒരു 15 മിനിറ്റ് ഞാനിവിടെ സെറ്റാകാൻ വേണ്ടി വയ്ക്കും. അതിനുശേഷം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് പിന്നെ ബേക്കിംഗ് സോഡയുടെ ഒന്നും ആവശ്യം ഇല്ല. ഇപ്പോൾ ഞാനിതിൽ ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് കാണിക്കാൻ വിട്ടുപോയി. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. റവയൊക്കെ കുതിർന്നിട്ട് അതിലിങ്ങനെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അതിൽ കാണാനില്ല, കാരണം റവ കുതിർന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കണമെങ്കിൽ ഇനിയും കുറച്ചുകൂടെ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതായത് ദോശമാവിൻ്റെ പാകത്തിലാക്കി എടുക്കണം. മറ്റേ റവ എന്ന് പറഞ്ഞാൽ എത്രയായാലും തരി പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ദോശയുടെ പാകത്തിൽ ആക്കി എടുക്കണം. ഇനി ഇതിനുള്ള താളിപ്പ് ചേർക്കാം. ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ താളിച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ ശരിക്കും അവരിത് നല്ലെണ്ണയിലാണ് ഈ താളിപ്പ് ചേർക്കുന്നത്. നമുക്ക് നല്ലെണ്ണയുടെ ഫ്ലേവർ എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇനി തനിയായ തമിഴ്നാട് വിഭവം ഇഷ്ടമുള്ളവർക്ക് നല്ലെണ്ണയിൽ ഈ താളിക്കൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി വരുമ്പോൾ നമുക്ക് ചേർക്കേണ്ടത് കടുകും പിന്നെ ഉഴുന്നുമണി അല്ലെങ്കിൽ ഉഴുന്നു പരിപ്പോ ഇതിലേതെങ്കിലും ഒന്ന്, പിന്നെ വറ്റൽമുളക് ചേർക്കണം. ഇതെല്ലാം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് സവോള എന്ന് പറഞ്ഞെങ്കിൽ ഒരു ചെറിയ സവോള ഞാൻ മുഴുവൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും വേണം. അപ്പോൾ സവോള ഒന്ന് വടിയതിന് ശേഷം ഈ പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. കാരണം അതൊന്നും ഒരുപാട് വാടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് സവോള പാകത്തിന് വാടിയതിന് ശേഷം മാത്രം ഇലകളും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പച്ചമുളക് അരിയുമ്പോൾ നല്ല പൊടിയായി അരിഞ്ഞിട്ട് നമുക്കിങ്ങനെ കഴിച്ചാലും എരിവ് കിട്ടാത്ത പോലെ അത്രയ്ക്കും പൊടിയായി അരിയണം. കാരണം നമ്മൾ ദോശയിലേക്ക് മിക്സ് ചെയ്യുന്നതാണ്, നമുക്ക് പച്ചമുളക് മാറ്റി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പച്ചമുളകിൻ്റെ എരിവ് നമുക്ക് അറിയാത്ത പോലെ കഴിക്കണമെങ്കിൽ നല്ല പൊടിയായിട്ട് പച്ചമുളക് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് എരിവ് കിട്ടില്ല. എരിവ് അറിയും, പക്ഷെ പച്ചമുളക് കടിക്കുന്ന എരിവുണ്ടല്ലോ അത് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് കല്ലൻ ദോശ ആയതുകൊണ്ട് നമ്മളിങ്ങനെ പരത്തൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് അധികം വെള്ളം വേണ്ട. അപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ 15 മിനിറ്റ് വെച്ചു. വെക്കേണ്ടാത്തവർക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഞാൻ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കല്ലൻ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ നെയ്യും എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ്, അതായത് 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ അതിലേക്ക് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ വളരെ കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ. ഏകദേശം 2 ടീസ്പൂൺ ഇത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ വെറൈറ്റി വന്നിട്ടുണ്ടെന്ന്. അതായത് ഇത് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് നന്നായി മൊരിച്ചെടുക്കും. നന്നായി ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ട് നല്ല ബണ്ണ് പോലെ ആക്കിയിട്ട് ബൺ ദോശ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുണ്ടാക്കുന്നുണ്ട്.
അത് ഇതിൻ്റെ വേറൊരു രീതിയാണ്. ശരിയായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്ലൻ ദോശ തന്നെയാണ്. ഇത് പണ്ട് മുതലേ ഉള്ള ദോശയാണ്. അപ്പോൾ നമ്മുടെ ദോശ റെഡിയായി. ഇത് നമ്മൾ ബേക്കിംഗ് സോഡയും ചേർക്കാത്തതുകൊണ്ട് ഇങ്ങനെ വീർത്തൊന്നും വരില്ല, പക്ഷേ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാം. തക്കാളി ചട്നി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന തക്കാളി ചട്നി തന്നെ കേട്ടോ. അതിന് പ്രത്യേകതയൊന്നുമില്ല. അതായത് നമ്മൾ തക്കാളി, ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാതും കൂടി ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കും. ആ അരച്ചെടുത്തത് നമ്മൾ നല്ലെണ്ണ ഒഴിക്കണം കേട്ടോ. നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക്, ഉഴുന്നും പരിപ്പ്, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർക്കാം. നല്ലെണ്ണ തന്നെ ചേർത്താലാണ് ശരിയായ രുചി കിട്ടുള്ളൂ. ഒട്ടും നല്ലെണ്ണ പറ്റാത്തവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഈ അരച്ച് വെച്ചത് നമ്മൾ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി, ഉലുവാപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു നുള്ളേ ചേർക്കാൻ പാടുള്ളൂ. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ മറന്നു, ഞാനൊരു 5 ബദാം കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായി ഇങ്ങനെ വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചട്നിയും റെഡിയായി. അപ്പോൾ നമ്മുടെ കല്ലൻ ദോശയും തക്കാളി ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും.